എന്റെ മേരെ ജിമിക്ക് കമ്മൽ എന്റെ അച്ഛൻ കട്ടുകൊണ്ട് പോയി. നിങ്ങളൊരിക്കും ഗീത ചിക്കുന്ന പ്രാന്തളിക്കൊന്ന് പ്രാന്തളിക്കുന്നല്ല കേട്ടാ. എനക്കുണ്ടല്ലേ ജിമിക്ക് കമ്മലൊരു കഥയുണ്ട്, അതും കൂടി പറഞ്ഞൊക്കെ. 40 വയസ്സാകുമ്പോൾ ലോകം അവസാനിച്ചു തോന്നി ആരെങ്കിലും ഉണ്ട് എന്നെ പോലെ? എനിക്ക് അങ്ങനെ തോന്നിയില്ല കേട്ടാ. കാരണം 20, 30 നമ്മൾ ഓർമ്മയിലേ ഇല്ല. അതെല്ലാം കുട്ടികളെ പോറ്റലും നോക്കലും വീട്ടിലെ പണിയെല്ലാവരും നമ്മൾ ജീവിതേ നശിച്ചതല്ലപ്പ അങ്ങനെ പോയേ. ജീവിക്കാൻ മറന്നു. 40 ആകുമ്പോഴേക്കാന്നൊരു ബോധോദയം വന്നു. ഈശ്വര, ഇനി മുന്നോട്ട് ജീവിതവും ഇല്ല, നല്ല പ്രായമെല്ലാം കഴിയുകയും ചെയ്തു, വയസ്സായിപ്പോയി. എൻ്റെ ചെറുപ്പത്തിലുണ്ടല്ലോ 40 വയസ്സായ പെണ്ണുങ്ങളെല്ലാം കണ്ട പാട് പ്രായമുള്ള പോലെയാണ് നമുക്ക് അന്നേരം അങ്ങനെ തോന്നിയിട്ടേ. തോന്നിയിട്ട് അത് ആ ഒരു മൈൻഡിൻ്റെ ഉള്ളിലുണ്ടല്ലോ. ഞാൻ വിചാരിച്ചാ ഇനി ഈ ഒരു ജിമിക്ക് കമലുണ്ടായിരുന്നു എനിക്ക് സ്വർണ്ണത്തിൻ്റെ. ഞാൻ വിചാരിച്ചു ഇനി ഈ ജിമിക്ക് കമലിലൂട്ടിട്ട് നടക്കുമ്പോൾ എല്ലാവരും പറയില്ല ഇത്രയും വയസ്സായിട്ട് ഇവളിങ്ങനെ അതിലിട്ട് ഞാത്തിരി നടക്കുന്ന കുലുക്കിക്കൊണ്ടുവന്നല്ലോ. അതുകൊണ്ട് അത് ആദ്യം തന്നെ ഞാൻ പപ്പാനോട് പറഞ്ഞിട്ട് പോയിട്ട് ഒരു സ്റ്റഡ് മേടിച്ചു. ഒരു ഗുണമാണോ ഇല്ലാത്തൊരു സ്റ്റഡ്. സ്വർണ്ണമായതുകൊണ്ട് മാത്രം ഞാനത് ഉപയോഗിക്കുന്നുണ്ടാ. പിന്നെ ഞാൻ എൻ്റെ സ്വഭാവം അങ്ങനെ കേട്ടോ. ഞാനൊരു ഒതുങ്ങിയ ടൈപ്പാണ്. 10 ആളുണ്ടെങ്കിൽ 10 ആൾ ഏറ്റവും ബേക്കിലായിരിക്കും. ഞാൻ സാരിയിൽ കൊടുത്താൽ സാരിയിൽ ഇങ്ങനെ ഇടയിൽ കുത്തിയിട്ട് വയസ്സായവരെ പോലും എൻ്റെ നടത്തല എന്നെ അറിയുന്നവർക്ക് അറിയാട്ടാ. പിന്നെ ആടുന്നൊരു 10 കൊല്ലം കഴിഞ്ഞൊരു 50 വയസ്സാവാനാകുമ്പോൾ ഒരിക്കൽ എൻ്റെ പെങ്ങളെ വീട്ടിൽ മൂത്ത പെങ്ങളെ വീട്ടിൽ തെയ്യം കാണാൻ വേണ്ടി പോയാലും ഓൾ എന്നെ നിർബന്ധിച്ചു. ഓളടുത്ത് കുറേ ഇങ്ങനത്തെ കമ്മലുണ്ട്. ഓൾ എന്നോട് വന്ന് നേരത്തെമ്മേ പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ സ്റ്റഡ് എടുത്ത് നിങ്ങൾക്ക് ജിമിക്ക് ഇട്ടുകൂടെ ചോദിച്ചേ. ഞാൻ പറഞ്ഞു എനിക്ക് ഇനി അത് ശരിയാവില്ല, അപ്പോൾ വയസ്സായി ആളെ കൊണ്ട് പറയിപ്പിക്കാൻ. പക്ഷെ ഓൾ എന്നെ നിർബന്ധിച്ചിട്ട് അത് ഇടിപ്പിച്ചേ. ഇടുമ്പൊക്കെ ഉണ്ടല്ലോ നല്ല ഭംഗിയുണ്ട്. ഇടുമ്പൊക്കെ തെയ്യത്തിനെല്ലാം പോലെ എല്ലാവരും വന്ന് ഗീത നല്ല രസമുണ്ട്, ഗീതച്ച് നല്ല രസമുണ്ട് ജിമിക്ക് ഇട്ടിട്ട് പറഞ്ഞേ. അപ്പോൾ നമുക്കൊരു അഹങ്കാരമായി. കാരണം നമ്മളാരെ എന്തെങ്കിലും ഒന്ന് നമുക്ക് ചേരുന്ന ഭംഗിയുണ്ട് പറഞ്ഞ് നമ്മൾ അതേ വാങ്ങൂലോ. ഇപ്പം ഞാൻ മുക്കാലും ജിമിക്ക് പണിക്കുന്നത് കേട്ടോ. പപ്പാടെ പണിയെടുത്ത പൈസക്കെല്ലോ എങ്ങനെയുണ്ട്? രസമുണ്ടാ? സത്യം പറഞ്ഞ രസമുണ്ട്. എനക്കെന്നെ ഒരു ജിമിക്ക് നല്ല രസമുണ്ടല്ലേ. സാരമില്ല കേട്ടോ, ഒരു അഹങ്കാരം കൊണ്ട് പറഞ്ഞാണ്. അങ്ങനെയാണ് കേട്ടോ അവസ്ഥ. അതുകൊണ്ട് നമുക്കുണ്ടല്ലോ നമ്മൾ പിന്നെ ആളെന്ത് വിചാരിക്കും അങ്ങനെ പിന്നെ അവർ പറയില്ല ഇങ്ങനെ പറയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല കേട്ടോ. നമ്മൾ ജീവിക്കേണ്ട സമയത്ത് തന്നെ ജീവിക്കണേ. ജിമിക്ക് ഇട്ടോ, ജീൻസ് ഇട്ടോ, എന്ത് വേണ്ടിക്കല്ലോ, സ്ലീവ്ലെസ് ബ്ലൗസ് ഇടണം, അതിട്ടോ ഒന്നും ആരും വിചാരിക്കുന്നത് നമ്മൾ ഇടാണ്ടിരിക്കണ്ട കേട്ടോ. നാളത്തേക്ക് വെച്ചാൽ ഒരു പക്ഷേ നമ്മൾ ഇന്നലെ തട്ടിപ്പോയാലോ. പിന്നെ ഒരു കാര്യം ഗീതച്ച് വരാം കേട്ടോ. പിന്നെ ഇത് എനിക്കൊരു പിന്നെ സിൽന CV പറഞ്ഞിട്ട് പിന്നെ ഒരു കുട്ടി അയച്ചു തന്ന ഒരു കവിതാ സമാഹാരമാണ്. ഇതിലുണ്ട് സ്നേഹപൂർവ്വം ഗീതച്ചിരിക്കുന്നല്ലോ മറ്റേ കണ്ടില്ലേ. 48 കുഞ്ഞു കവിതകൾ ഒരു സമാഹാരമാണ്. ഞാനിങ്ങനെ ഈ പുസ്തകം വായിക്കലുണ്ട്, പിന്നെ കവിത പിന്നെ എഴുതലുണ്ട്. നല്ല അങ്ങനെ ഞാൻ അന്ന് വീഡിയോ ഇട്ടാലും അത് കണ്ടിട്ട് എനിക്ക് അയച്ചു തന്നെ കേട്ടോ. സിൽന CV. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇത് വായിക്കാം കേട്ടോ. മനോഹരമായി എന്നാണ് ഇതിൻ്റെ പേര്. താല്പര്യമുണ്ടെങ്കിൽ മേടിച്ച് വായിക്കാം കേട്ടോ. എന്നോടുള്ള സ്നേഹസമ്മാനമായിട്ട് നന്ദിയാണ്. അതുകൊണ്ട് ഗീതച്ചിക്ക് ഇത്രേ പറയുള്ളൂ. നമുക്കൊന്നും ആഗ്രഹമുണ്ടെങ്കിൽ അന്നേരം തന്നെ നടത്തുക, അന്നേരം തന്നെ സാധിപ്പിക്കുക. പിന്നത്തേക്ക് വെച്ചാൽ ഗീതച്ചിനെ പോലെ ആയിപ്പോയത്. ഇപ്പം 50 വയസ്സിലാണ് ഗീതച്ച് ജീവിക്കുന്നത് ജിമിക്കയിലൂട്ടിട്ട്. അടിപൊളിയല്ലേ? അല്ല പിന്നെ